കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂടുതൽ അവശ്യമരുന്നുകൾ ഇന്ന് കാരുണ്യ ഫാർമസി വഴി എത്തും. ഡയാലിസിസിന് വേണ്ട ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഇതിനകം വന്നു. കാരുണ്യ ഫാർമസി വഴി മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവുമധികം സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. വടക്കൻ ജില്ലകളിലെ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രം. ആശുപത്രി വികസന കമ്മിറ്റി പ്രാദേശികമായി വാങ്ങുന്ന മരുന്നിനാണ് ലഭ്യതക്കുറവ് ഉണ്ടായത്. വിതരണ കമ്പനികൾക്ക് പണം കുടിശ്ശികയായതോടെ വിതരണം നിർത്തി. എന്നാൽ സൗജന്യ ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു മാസത്തിനുള്ളിൽ 20 കോടി രൂപ വിതരണക്കാർക്ക് കൊടുത്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഘട്ടം ഘട്ടമായി ബാക്കിയുള്ള തുക നൽകും. അവശ്യമരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. വിവിധ സ്കീമുകളിൽ പെടുന്നവർക്ക് മരുന്ന് ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഈ വിഷയം അതിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് സർക്കാരിന്റെ കാരുണ്യ ഫാർമസി വഴി ഈ മരുന്നുകൾ അവിടെ നൽകുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 155 അവശ്യമരുന്നിൽ 50 എണ്ണം ശനിയാഴ്ച തന്നെ എത്തി. ബാക്കിയുള്ളത് ഇന്നെത്തുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ അറിയിച്ചു. ഇപ്പോൾ അവശ്യമരുന്നുകളുടെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് KMSCL വഴി കാരുണ്യ വഴി മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 150ഓളം അവശ്യമരുന്നുകളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി അത് കൊടുത്തു. അതിൽ ഏകദേശം 50ഓളം മരുന്നുകൾ വന്നിട്ടുണ്ട്. നാളത്തോടുകൂടി ഏകദേശം ബാക്കിയുള്ള മരുന്നുകളും സ്റ്റോറിൽ എത്തും. കേന്ദ്രം ആരോഗ്യമേഖലയ്ക്ക് പണം അനുവദിക്കുന്നില്ല. 800 കോടി രൂപ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ആളുകളുടെ എണ്ണം കൂടുന്നു, സൗജന്യ ട്രീറ്റ്മെന്റ് കൂടുന്നു, അതിനനുസരിച്ചിട്ടുള്ള ധനവിഹിതങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ പിന്തുണ ആ നിലയിൽ നമുക്ക് ലഭിക്കുന്നില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.